വെൽക്കം ബാക്ക് ടു ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. ലോ ബീറ്റ HCG ആണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ബീറ്റ HCG കൂട്ടാനായിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണ്? ബീറ്റ HCG വാല്യൂ എത്രയാണെങ്കിലാണ് കൺഫേം ആയിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് പറയാൻ സാധിക്കുന്നത്? നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ബ്ലഡിൽ ബീറ്റ HCG ടെസ്റ്റ് ആണ് നോർമലി ചെയ്യുന്നത്. അപ്പോൾ ബീറ്റ HCG വാല്യൂ ലോ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും, നമ്മുടെ മനസ്സിൽ ഒരുപാട് ടെൻഷൻസ് കാണും, നമ്മുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ട്സ് കാണും. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നമുക്ക് നിങ്ങളുടെ എല്ലാ ബീറ്റ HCG റിലേറ്റഡ് ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. അപ്പോൾ ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. HCG അതായത് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഈ ഒരു ഹോർമോൺ എംബ്രിയോയുടെ വെളിയിലത്തെ സെൽസ് അതായത് ട്രോഫോ എക്ടോഡാം സെൽസിനെ ഫോം ചെയ്യും. എപ്പോഴാണ് എംബ്രിയോ യൂട്രസിന്റെ വോൾസിൽ ഇംപ്ലാന്റ് ആകുന്നത് അപ്പോൾ മുതൽ തന്നെ ബീറ്റ HCGയും ഫോം ആകാൻ സ്റ്റാർട്ട് ആകും. അപ്പോൾ ബീറ്റ HCG ബ്ലഡിൽ ഫോം ആകുമ്പോൾ ടെസ്റ്റിലും പോസിറ്റീവ് വാല്യൂ വരും. അപ്പോഴാണ് നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് കൺഫേം ആയിട്ട് പറയുന്നത്. ചിലപ്പോഴൊക്കെ ബീറ്റ HCG ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ വീക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ ലോ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നതെന്ന്. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് സീറം ബീറ്റ HCG ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബ്ലഡിൽ എത്ര മില്യൺ IUI പെർ ml HCG ഉണ്ടെന്നാണ് മെഷർ ചെയ്യുന്നത്. നമ്മുടെ ബീറ്റ HCG വാല്യൂ ലെസ് ദാൻ 5 ആണെങ്കിൽ ക്ലിയർ കട്ട് നെഗറ്റീവ് വാല്യൂ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീറ്റ HCG വാല്യൂ നെഗറ്റീവ് ആണ്, നമ്മൾ പ്രഗ്നന്റ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ നിങ്ങളുടെ ബീറ്റ HCG വാല്യൂ 100% പോസിറ്റീവ് ആയിരിക്കും. നിങ്ങൾ പ്രഗ്നന്റ് അല്ല എങ്കിൽ ബീറ്റ HCG ടെസ്റ്റ് 100% നെഗറ്റീവുമായിരിക്കും. 5 തൊട്ട് 25 വരെയുള്ള വാല്യൂ ആണ് നിങ്ങളുടെ ബീറ്റ HCG വാല്യൂ എങ്കിൽ അത് ബോർഡർ ലൈൻ ആണ്. ഇതിൽ ഒരുപാട് ഏർലി പ്രഗ്നൻസി ആകാം, ചിലപ്പോൾ ഫോൾസ് പോസിറ്റീവും ആകാം. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ സീരിയൽ മോണിറ്ററിങ് ചെയ്യേണ്ടി വരും. നിങ്ങൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് ബീറ്റ HCG വാല്യൂ കൂടിയതെങ്കിൽ ഉറപ്പായിട്ടും അത് ഇൻക്രീസ് ആകും. അത് സീരിയലി ഇൻക്രിമെൻ്റൽ വേയിലാണ് കൂടുന്നത്. എല്ലാ 48 മണിക്കൂറിലും ബീറ്റ HCG വാല്യൂ ഡബിൾ ആകും. അപ്പോൾ ഇന്ന് നിങ്ങളുടെ വാല്യൂ 20 ആണെങ്കിൽ 48 മണിക്കൂറിൽ നിങ്ങൾ പിന്നെയും ടെസ്റ്റ് ചെയ്യുമ്പോൾ ബീറ്റ HCG വാല്യൂ 40-ൽ കൂടുതലായിരിക്കും. ഇനി നിങ്ങളുടെ വാല്യൂ 25-ൽ കൂടുതലാണ് എങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ആണ്. HCG വാല്യൂസ് റിപ്പോർട്ട് വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും 4 വീക്സിൽ 75 തൊട്ട് 2600-ന്റെ ഇടയ്ക്ക് വാല്യൂ വേണമെന്ന്. അപ്പോൾ ഈ വാല്യൂസ് ഓരോരുത്തരുടെയും കേസിൽ ഡിഫറെൻ്റ് ആകാം. അപ്പം നമ്മൾ ഒരുപാട് പാനിക് ആകും. നിങ്ങളുടെ പ്രഗ്നൻസി 5 വീക്സ് ആയിട്ടും വാല്യൂ കുറവാണല്ലോ എന്ന് ചിന്തിച്ച് ഒരുപാട് ടെൻഷൻ ആകും. അപ്പോൾ അങ്ങനെ വാല്യൂ ലോ ആകുന്നതിന് 3 റീസൺസ് ഉണ്ട്. ആദ്യത്തെ റീസൺ ആണ് നമ്മുടെ ഡേറ്റിംഗ്, അതായത് ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് വെച്ചായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ LMP ഡേ 1 ആണെങ്കിൽ അടുത്ത മാസം 1-ാം തീയതി നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 4 വീക്സ് പ്രഗ്നൻ്റ് ആയിരിക്കും, 2 വീക്സ് അല്ല. അത് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കണം. ചിലപ്പോഴൊക്കെ ഓവുലേഷൻ ലേറ്റ് ആയിട്ട് നടക്കാറുണ്ട്, ചിലപ്പോൾ നേരത്തെയും നടക്കാറുണ്ട്. അപ്പോൾ LMP വെച്ച് 4 വീക്സ് ആണെങ്കിൽ
ആക്ച്വലി ഓവുലേഷൻ ചിലപ്പോൾ നേരത്തെ ആയിട്ടായിരിക്കും നടന്നത്, അപ്പോൾ നിങ്ങളുടെ പ്രഗ്നൻസി 5 വീക്സ് ആയിട്ടായിരിക്കും ഉള്ളത്. അല്ലെങ്കിൽ ഓവുലേഷൻ ലേറ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്, അപ്പോൾ ആക്ച്വലി നിങ്ങളുടെ പ്രഗ്നൻസി 3 വീക്സിൻ്റെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും കോമൺ കാരണം ഔട്ട് ഓഫ് റേഞ്ച് അല്ലെങ്കിൽ ലോ ബീറ്റ HCG എന്താണെന്ന് വെച്ചാൽ ഓവുലേഷൻ മിസ്കാൽക്കുലേഷൻ. രണ്ടാമത്തെ റീസൺ HCG എംബ്രിയോ ത്രൂ പ്രൊഡ്യൂസ് ആകുന്ന ഹോർമോൺ ആയതുകൊണ്ട് തന്നെ എംബ്രിയോ ഹെൽത്തി ആണെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ബീറ്റ HCG വാല്യൂ കൂടത്തുള്ളൂ. എംബ്രിയോ ഹെൽത്തി അല്ലെങ്കിൽ HCG ലെവൽ കുറവായിട്ടായിരിക്കും വരുന്നത്. എംബ്രിയോ അൺഹെൽത്തി ആണെങ്കിൽ നമ്മൾ സീരിയലി HCG മോണിറ്റർ ചെയ്യുമ്പോൾ HCG വാല്യൂ ലോ ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇന്ന് 100 ആണ് ബീറ്റ HCG വാല്യൂ എങ്കിൽ 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് 75 ആയിട്ട് കുറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഹെൽത്തി ഇൻട്രാ യൂട്രൈൻ പ്രഗ്നൻസി ആകാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. മോസ്റ്റ്ലി അൺഹെൽത്തി പ്രഗ്നൻസി ആണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മൂന്നാമത്തെ റീസൺ ഒരു ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ ആണ് ട്യൂബൽ പ്രഗ്നൻസി, അതായത് എക്ടോപിക് പ്രഗ്നൻസി. എക്ടോപിക് പ്രഗ്നൻസിയിൽ ട്യൂബിലായിരിക്കും മോസ്റ്റ്ലി പ്രഗ്നൻസി ഇംപ്ലാന്റ് ആകുന്നത്. അപ്പോൾ ബീറ്റ HCG വാല്യൂ കൂടും, പക്ഷേ 48 മണിക്കൂറിൽ ഡബിൾ ആകില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ തന്നെയാണ്. സീരിയൽ ബീറ്റ HCG മോണിറ്ററിംഗ് കൊണ്ട് തന്നെ നമുക്ക് ഇത് എത്രയും വേഗം മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു എക്ടോപിക് പ്രഗ്നൻസി നേരത്തെ ഡിറ്റക്ട് ചെയ്താൽ ട്രീറ്റ്മെന്റ് മെഡിസിൻസും ഇഞ്ചെക്ഷൻസും കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും. സർജറിയുടെ ആവശ്യം വരില്ല. അതുകൊണ്ട് തന്നെ ബീറ്റ HCG വാല്യൂ കുറവാണെങ്കിൽ നിങ്ങൾ തനിയെ ഒരു കൺക്ലൂഷനിലെത്താതെ തീർച്ചയായിട്ടും എപ്പോഴും ഡോക്ടറെ കാണിക്കണം. അത് അത്യാവശ്യമാണ്. ഈ 3 കാരണങ്ങളിലും, അതായത് അൺഹെൽത്തി പ്രഗ്നൻസി, ഓവുലേഷൻ മിസ്കാൽക്കുലേഷൻ, എക്ടോപിക് പ്രഗ്നൻസി, ഇതിൽ ഏതാണ് നിങ്ങളുടെ വാല്യൂ കുറയാൻ കാരണം എന്ന് ഡോക്ടർ നിങ്ങളുടെ കേസ് സ്റ്റഡി ചെയ്ത് പറഞ്ഞു തരും. HCG 1000-ൽ കൂടുതൽ ആകുമ്പോഴാണ് കറക്റ്റായിട്ട് സോനോഗ്രഫിയിൽ എംബ്രിയോ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏർലി ബീറ്റ HCG വാല്യൂ 300 400 ഒക്കെ ആണെങ്കിൽ സോനോഗ്രഫി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും എളുപ്പം എംബ്രിയോ കറക്റ്റായിട്ട് സോനോഗ്രഫിയിൽ കാണില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബീറ്റ HCG വാല്യൂ കുറവാണ് എങ്കിൽ നിങ്ങൾ ടെൻഷൻ ആകാതെ വീണ്ടും ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കണം. 48 മണിക്കൂറിൽ ഡബിൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഹെൽത്തി പ്രഗ്നൻസി ആകും. ഇനിയും നിങ്ങളുടെ ബീറ്റ HCG വാല്യൂ ഡബിൾ ആകുന്നില്ല, പക്ഷേ ഇൻക്രീസ് ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടെ നിങ്ങൾ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. കാരണം ആ വാല്യൂ കൂടി കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ പ്രഗ്നൻസി കൺഫേം ആയിട്ട് ഹെൽത്തി പ്രഗ്നൻസി ആണോ അൺഹെൽത്തി പ്രഗ്നൻസി ആണോ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഇനിയും ബീറ്റ HCG വാല്യൂ ആദ്യം ചെയ്തതിനേക്കാട്ടിലും ലോ ആകുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും എമർജൻസി നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. അത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റു കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ ഡിയേഴ്സ്.